അതിന് പ്രസിദ്ധി ആവശ്യമാണ്. പ്രസിദ്ധി കൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പ്രസിദ്ധി കൊണ്ടോ പേര് കൊണ്ടോ പ്രശസ്തി കൊണ്ടോ നമുക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ വിദ്യയുടെ പ്രചരണം നടക്കണം എന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ പേരും പ്രശസ്തിയും നിർബന്ധമായി വേണം. നമുക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ അറിവിനെ ലോകത്തിൽ പ്രചരിപ്പിക്കണം. ഇത് ഏറ്റവും വളരെ മനോഹരമായൊരു ദൃഷ്ടാന്തം വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലുണ്ട്. സ്വാമിജി അമേരിക്കയിൽ വളരെ തിരക്ക് പിടിച്ച പ്രഭാഷകനായി മാറി, പെട്ടെന്ന് തന്നെ പ്രസിദ്ധനായി മാറി. അമേരിക്കയിലുള്ള അക്കാലത്തുള്ള എല്ലാ വർത്തമാന പത്രങ്ങളിലും ഏറെക്കുറെ എല്ലാ ദിവസവും സ്വാമിജിയുടെ പ്രഭാഷണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരും, അത്ഭുതകരമായ രീതിയിൽ. സ്വാമിജിയുടെ മുഴുവൻ വെട്ടിയെടുത്ത്, ഒറ്റയൊന്നില്ലാണ്ട് വെട്ടിയെടുത്ത് മദ്രാസിലെ, ഇപ്പോഴത്തെ ചെന്നൈയിലെ അലസിംഗ പെരുമാൾക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് അലസിംഗ പെരുമാളോട് പറയും, നമ്മളെ ഇന്ത്യൻ വർത്തമാന പത്രങ്ങളിൽ പരമാവധി പ്രാധാന്യത്തോടു കൂടി ഇത് കൊടുക്കണം. ചിലപ്പോൾ വഴക്ക് പറഞ്ഞൊക്കെ കത്തെഴുതും. അയ്യോ, നിങ്ങൾ വായിച്ചു നോക്കൂ, കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമിജി ഒന്ന് വായിച്ചു നോക്കൂ. ഞാൻ മുഴുവൻ വായിക്കാൻ വയ്യാച്ചാൽ ഇപ്പോൾ കത്തുകൾ മാത്രം എടുത്തിട്ട് ബൃഹത്തായ 4 ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട് രാമകൃഷ്ണ മിഷൻ. ഒന്ന് വാങ്ങി വായിക്കൂ, ലെറ്റേഴ്സ് ഓഫ് സ്വാമി വിവേകാനന്ദ, 4 വോളിയുണ്ട്. അതിമനോഹരമായ ഗ്രന്ഥമാണ്. ചീത്ത പറഞ്ഞിട്ട് എഴുതും അലസിംഗ പെരുമാൾ, നീയൊക്കെ എന്താ ചെയ്യണത്? ഞാനിവിടെ തണുത്ത് വിറച്ച് കഷ്ടപ്പെട്ട് കഴിയാണ്, നീ എന്താ വേണ്ട പോലെ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിക്കാഞ്ഞത്? നമ്മൾ വിചാരിക്കും വിവേകാനന്ദ സ്വാമിക്ക് ഇത്ര പേരിനോടും പ്രശസ്തിയോടും ആഗ്രഹമുണ്ടോ എന്ന് തോന്നും. സ്വാമിജിയുടെ മനസ്സിൽ വലിയൊരു പ്ലാനുണ്ട്. എന്താ പ്ലാൻ? താൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഭാരതം തന്നെ സ്വീകരിക്കാൻ തയ്യാറാവണം. വലിയ പേരും പ്രശസ്തിയും അപ്പോഴത്തേക്ക് ഉണ്ടാവണം. ഉണ്ടായാൽ മാത്രമേ നാട്ടുകാർ തന്നെ കേൾക്കൂ. നാട്ടുകാർ കേട്ടാലേ അടിമത്തത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു രാഷ്ട്രത്തെ രക്ഷിക്കാനുള്ള പ്രേരണയും ചോദനയും നൽകാൻ പറ്റൂ. തനിക്ക് വേണ്ടി ഒന്നുമില്ല. അപ്പോൾ അവിടെ പേരും പ്രശസ്തിയും ആഗ്രഹിക്കുന്നത് ആർക്ക് വേണ്ടിയാ? ധർമ്മത്തിന് വേണ്ടിയാ, സമാജത്തിന് വേണ്ടിയാ. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പൊതുവെ പറയാം, എനിക്ക് പേരും വേണ്ട പ്രശസ്തിയും വേണ്ട, എന്ത് എനിക്കൊന്നും വേണ്ട. അല്ല, അങ്ങനെയല്ല ഋഷിമാർ നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന മന്ത്രങ്ങളുണ്ട് തൈത്തിരീയ ഉപനിഷത്തിൽ. എനിക്ക് നല്ല പേരും പ്രശസ്തി ഉണ്ടാവണം, എനിക്ക് ധാരാളം പണം ഉണ്ടാവണം, എനിക്കിഷ്ടം പോലെ തിന്നാനും കുടിക്കാനുള്ള വകകളുണ്ടാവണം, എനിക്ക് നല്ലപോലെ കമ്പിളി ഉണ്ടാക്കാനുള്ള തരം ആടുകളുണ്ടാവണം, എന്നെപ്പോലുള്ളവരുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും പേരുള്ളവനാവണം എന്നൊക്കെ മന്ത്രമുണ്ട്. ഇതൊന്നും വെറുതെ പറയണമല്ല. തൈത്തിരീയ ഉപനിഷത്ത് പഠിച്ചു നോക്കൂ. നമ്മൾ വിചാരിക്കും, എന്തിനാ ഋഷിക്ക് ഇത്രയ്ക്ക് താല്പര്യം ഈ പേരിനും പ്രശസ്തിക്കൊക്കെ, പണത്തിനൊക്കെ താല്പര്യം എന്തിനാ? സംശയം നമ്മുടെ ഉള്ളിൽ വരും, ഉറപ്പാണ് വരും. കാരണം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇതൊന്നും പാടില്ല എന്നാണ് പഠിച്ചു വെച്ചത്. അപ്പോൾ കാണാൻ അതിൻ്റെ ഉത്തരം കുറച്ച് മുന്നോട്ട് പോയാൽ എൻ്റെ അടുത്തേക്ക് ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കാൻ വരട്ടെ. അവർ നല്ല അറിവുള്ളവരാകട്ടെ, അവർ നല്ല ഇന്ദ്രിയ നിയന്ത്രണമുള്ളവരാകട്ടെ, അവർ നല്ല മനോനിയന്ത്രണമുള്ളവരാകട്ടെ. അങ്ങനെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വന്നാൽ എന്ത് വേണം? ആദ്യം അവർക്ക് എന്ത് കൊടുക്കണം? ചാപ്പാട് കൊടുക്കണ്ടേ? കൊടുക്കണമെങ്കിൽ ഇവിടെ വല്ല വകയും വേണ്ടേ? രണ്ടാമത് തണുപ്പ് കാലത്ത് അവർക്ക് പുതപ്പ് കൊടുക്കണ്ടേ? അപ്പോൾ കമ്പിളി വേണ്ടേ? വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത് വരണമെങ്കിലോ എനിക്ക് പ്രസിദ്ധി വേണ്ടേ? ഇല്ലെങ്കിൽ വരുമോ? എന്താ അഭിപ്രായം? പ്രസിദ്ധിയില്ലാത്ത എത്രയോ വിദ്വാൻമാരുണ്ടാവും, പരമവിദ്വാൻമാർ. അവരായിരിക്കാം വലിയ വിദ്വാൻമാർ. പക്ഷെ നമ്മളാരെങ്കിലും പഠിക്കാൻ പോകാറുണ്ടോ? ഇല്ല.
അത് ശ്രദ്ധിക്കുക.